ബിൽഡപ്പ് കണ്ടിട്ടൊന്നും നോക്കണ്ട, ആകെ കൺഫ്യൂഷൻ അടിച്ചേക്ക്. ഈ യാത്രയിൽ ആര് വരയ്ക്കും? കഴിഞ്ഞ വാവുമല യാത്രയിലെ ഏത് കഥാപാത്രത്തെ ഞാൻ എൻ്റെ പേപ്പറിലേക്ക് പകർത്തും? ഈ ബ്രഷ് കയ്യിലെടുക്കുമ്പോൾ പോലും ആരെ വരയ്ക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞാൻ ആ കഥാപാത്രത്തെ വരച്ചു. ഈ കഥാപാത്രം എന്താണ്, എങ്ങനെ വരച്ചു എന്നുള്ളത് ഈ എപ്പിസോഡ് മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. നല്ല മയിലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്വാറികളുടെ ശബ്ദവും കേൾക്കുന്നുണ്ട് ഒരേ സമയത്ത് തന്നെ. അതിമനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒന്ന് എഴുതാനിരിക്കാൻ, ഒന്ന് വരയ്ക്കാനിരിക്കാനൊക്കെ പറ്റിയ അതിഗംഭീരമായിട്ടുള്ളൊരു സ്പേസ് ആണ്. നമ്മുടെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നം പറ്റി, അതൊരു വലിയൊരു ഇതായിപ്പോൾ. ഈ ട്രിപ്പിൽ നമുക്ക് ആകെ വിഷമം തോന്നിയത് അതാണ്. അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പോകാൻ പോകുന്നത് വാവുമലക്കാണ്. വാവ് ഫാക്ടർ, വാവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പാലക്കാടുള്ള വടക്കഞ്ചേരിക്ക് അടുത്തുള്ള വാവുമല എന്ന് പറയുന്ന ഒരു ശിവ പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലം, അതിസുന്ദരമായിട്ടുള്ള സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയുടെ തുടക്കത്തിലാണ് നമ്മൾ. ആദ്യം ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാണുന്ന പാലക്കാടിൻ്റെ ഭംഗി, ഈ പാടത്തിലൂടെയൊക്കെ ഒന്ന് നമുക്ക് നടന്ന് നോക്കാം. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് അനൂപിനോട് ചോദിക്കുന്നുണ്ട്. എന്താണ് അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ വാവുമലയിലൊക്കെ പോയാലോ? വണ്ടിക്ക് ഇങ്ങനെ വന്ന സമയത്ത് ഈ പാടം കണ്ടിട്ട് പാടത്തിൻ്റെ കൂടെ നടക്കാം എന്നുള്ളൊരു കൊതി തോന്നിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മയിലിൻ്റെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ, അങ്ങ് ദൂരെ കാണാൻ മല ഏതാണ്? പാലക്കുഴി. ഓക്കെ ഓക്കെ. വെള്ളച്ചാട്ടമുണ്ട്. എടാ അനൂപേ, എടാ ഈ ഇത്രയും പാടം കൊയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്തോരം നെല്ല് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, സംഭരിക്കാൻ പറ്റും? ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പറ കണ്ടതിന് ഏകദേശം 25 പറ നെല്ലാണ് കിട്ടുക. 25 പറ. ഒരു പറ എന്ന് പറയുന്നത് 10 സെന്റാണ്. ഓ, ഒരു പറയാന്ന് പറഞ്ഞാൽ 10 സെന്റ്. അപ്പോൾ ഏകദേശം ഇതൊരു പാടം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 50 സെന്റ്, 5 പറ കണ്ടൊക്കെ ആയിരിക്കും, 50 സെന്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പറ കണ്ടതിന് 25 പറ നെല്ല് കിട്ടുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കണ്ണച്ചൻ്റെ കണക്കിൽ ഞാൻ ഇച്ചിരി മോശം ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. അവൻ എന്നോട് കണക്ക് പരമായിട്ട് കണക്ക് കൂട്ടാൻ പറയും, അതുകൊണ്ട് ഞാൻ ഇട്ടുപിടിക്കണം. ശരിക്കും ഇത് വടക്കഞ്ചേരി അല്ലേടാ? ഇത് വടക്കഞ്ചേരി സ്ഥലത്തിൻ്റെ പേര് പ്രധാനിയാ. വടക്കഞ്ചേരിന്ന് വാൽപ്പാമ്പ് പോകുന്ന റൂട്ടിൻ്റെ ഏകദേശം ഭാഗത്തായിട്ട്. ഇത് 90 ദിവസം വരും എന്നാണ് പറയണത്. 90 ദിവസം കൊണ്ടാണ് 90 ദിവസം കഴിയുമ്പോൾ അത് കൊയ്യും എന്നാണ്. കഴിയുമ്പോൾ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ഇറക്കും. ഒരു വർഷത്തിൽ 2 കൃഷിയാണ് ചെയ്യുക. നല്ല രസമുണ്ട് ഈ പാടത്തിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ നടക്കാൻ, ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ അങ്ങോട്ട് ഇടുന്നു മതി. രജീഷ തള്ളി വെള്ളത്തിലോട്ട് വീഴണ്ട. മകനിവിടെ ഉണ്ട്, മകനുണ്ടായിരുന്നു വെള്ളത്തിലോട്ട് വീഴുന്നത്. ഈ മലയിലേക്ക് പോണതിന് 2 സൈഡും റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ. വലിയൊരു കോറി പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഭയങ്കര ചെറിയ ഇടവഴികളാണ്. നോക്കി, ഇങ്ങനത്തെ പഴയ വഴികളിലൂടെ നടന്നു പോകാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺജസ്റ്റഡാണ്. അതുപോലെ തന്നെ ഇപ്പം മഴയും കൂടി പെയ്ത് നിൽക്കുന്നതൊന്നെ ഭയങ്കര ഭംഗിയുമാണ് ഈ വഴികൾക്കൊക്കെ. ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, കതച്ചാ 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 കതച്ചോ? പയ്യ
ഏകദേശം നമ്മൾ മുകളിൽ എത്തിയെന്നാണ് തോന്നുന്നത്. വാ. അപ്പോൾ നമ്മളിപ്പോൾ വാവുമലയിൽ എത്തിയിരിക്കുന്നതാണ്. എന്താണ് 360 ഡിഗ്രി വ്യൂവിലുള്ള ഒരു ഭയങ്കര വ്യൂ ആണ്. കാരണം ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇത് നേരിട്ട് വന്ന് കാണുന്നത്. വെച്ചാൽ നമുക്ക് ഒരു ഭയങ്കര 360 വ്യൂ ആണ്. ഈ ഏകദേശം എന്താ പറയുക, വടക്കഞ്ചേരി ആ ഭാഗം ഏകദേശം മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കല, എൻ്റെ ക്യാമറയുടെ പരിമിതി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ അനൂപിൻ്റെ മകനാണ് കേട്ടോ. അവനെ കൊണ്ടാണ് ഇന്ന് വന്നേക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആണ് പുള്ളി ഇതിൻ്റെ മുകളിൽ. ആ, എന്താണ് പേര്? ഇതാണ് നമ്മുടെ ഋഗ്വേദ്. ഋഗ്വേദിന് ഇഷ്ടപ്പെട്ട സ്ഥലം? എങ്ങനെയുണ്ട് ഋഗ്വേദ്? ഇവിടെ നല്ല രസമാണോ? അപ്പൊ ഇത് ഋഗ്വേദിന് എന്താ പറയാ, ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് ഋഗ്വേദിനെ കൊണ്ടുവന്നേക്കണേ. ഇതുപോലെ ഇങ്ങനെ വന്ന് കിടക്കാൻ നല്ല, കാരണം പാറയാണല്ലോ, നല്ല തണുപ്പുമാണ്, നല്ല സുഖമാണ് ഇതുപോലെ ഇങ്ങനെ വന്ന് കിടക്കാൻ. ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമുള്ളൊരു സ്പേസാണ്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, അങ്ങ് ദൂരെ ഒരു വലിയ ക്വാറിയുണ്ട്. ദാ ലോറി പോകും. എൻ്റെ ക്യാമറയ്ക്ക് ഒരു പരിധിയുണ്ട്. മഴ പെയ്തുട്ടാ, നല്ല മഴ പെയ്തു. ഇനി അവിടെ കയറി നിൽക്കുന്നൊരു പിടുത്തമില്ല, കാരണം ഇവിടെ ഒരു രീതിയിൽ ഷെൽട്ടേഴ്സ് ഇല്ല. ആ റെയിൻകോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ റെയിൻകോട്ട് ഒന്ന് എടുത്തിട്ടെ. ഈ ഷോട്ട് ചിത്രീകരിക്കുന്ന സമയത്താണ് എൻ്റെ ക്യാമറയ്ക്ക് പണി കിട്ടിയത്. അങ്ങനെ എൻ്റെ ക്യാമറ ഈ ഷോട്ടിന് ശേഷം ചത്തു എന്ന് വേണമെങ്കിൽ. കാരണം വെച്ചാൽ ഇവിടെ വെച്ച് എപ്പിസോഡ് സ്റ്റോപ്പായി, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ സ്റ്റോപ്പായിപ്പോയി മൊത്തത്തിൽ. ഞങ്ങൾ വന്ന ഒരു ബലിയിടുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് ഇവിടെ ഒരുപാട് പേര് ബലിയിട്ടിട്ട് പോയിട്ടുണ്ട്. കാലത്തെ വെളുപ്പിനെ വന്നിട്ടിട്ടും പോയേക്കണതാണ്. അതിനുള്ള എന്താ പറയുക, ഇലയിൽ ചോറും അരിയും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാറ്റും മഴയും കൊണ്ട് നല്ല രീതിയിൽ പഴക്കം നമുക്ക് ആ കല്ലുകളിൽ കാണാൻ പറ്റും. ഇതെല്ലാം പുതിയതായിട്ട് വെച്ചേക്കണതാണ് കേട്ടോ, ഈ ഇരുമ്പ് കൊണ്ടുള്ള ഈ എന്താ പറയുക വേലികളുമെല്ലാം. പക്ഷെ കരിങ്കല്ലിന് നല്ല പഴക്കം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാം ഇതിൻ്റെ മുകളിലോട്ട് ക്ഷേത്രം വരാഞ്ഞത്. ഒരു പക്ഷേ ഈ ക്ഷേത്രം മുകളിലോട്ട് വന്നിരുന്നു വെച്ചെങ്കിൽ ഒരുപാട് തീർത്ഥാടകർ വരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാകാം ഇത് പണി മുകളിലോട്ട് ഉണ്ടാകാമായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇരിക്കാൻ ഒരു പ്രത്യേക സുഖം. നോക്കിയാൽ ഈ കല്ലൊക്കെ കാറ്റ് കൊണ്ടും മഴ കൊണ്ടും ഒക്കെ തേഞ്ഞേക്കുന്നത് നോക്കി. എൻ്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിന്നുന്നുണ്ട്, ഓഫ് ആകുന്നുണ്ട് ഈ ഷോട്ട് എടുക്കുമ്പോഴൊക്കെ. പക്ഷെ ഞാൻ എടുത്തുവിട്ടാം, കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഇതാണ് ഈ മുനി അറകൾ പോലത്തെ ഒരു എന്താ സെറ്റപ്പുകളാണ് എന്നാണ് ഞാനിത് ചുറ്റുപാടുള്ള നാട്ടുകാർ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ആ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ ഒരുപാട് മുനികൾ എന്താ പറയുക, പ്രാർത്ഥിക്കാൻ വേണ്ടി, തപസ്സിരിക്കാൻ വേണ്ടി, ധ്യാനത്തിന് വേണ്ടിയൊക്കെ വന്നിരുന്ന വെച്ചാൽ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ അറകളാണ് കേട്ടോ ഇതെല്ലാം. ചിലതൊക്കെ മണ്ണ് മൂടി പോയി കഴിഞ്ഞു. ഞാൻ എൻ്റെ ക്യാമറ ശരിയാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ ഋഗ്വേദ് അവിടെ കാണുന്ന ഒരു കുഞ്ഞു കുളമാണ്. ഈ കുളം വറ്റാറില്ല എന്നാണ് കേട്ടോ പറയുന്നത്. പാലക്കാട് നിന്ന് ചൂടുള്ള സമയത്ത് പോലും ഈ വെള്ളം വറ്റാറില്ല. ഒന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഈ ക്യാമറ കേടായ എനിക്ക് വിഷമമൊക്കെ കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടോ. ഈ ചേച്ചിനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേകത തോന്നി. എന്തോ ഈ ഫേഷ്യൽ ഫീച്ചേഴ്സും എല്ലാം കൊണ്ട് അവിടെ പശുവിനെ മേയ്ക്കാൻ വേണ്ടി വന്നേക്കുന്ന ഭയങ്കര. എന്റെ പേര് വേശ. അവിടെ അടുത്താണ് അപ്പ എന്റെ വീട് അങ്ങോട്ട് പോകണം, മേയ്ക്കാൻ കൊണ്ടുപോകണം. ഇത് ഇനിയിപ്പോ ഈ എപ്പോഴാണ് ഇത് കൃഷി ഒരു
90 ദിവസം കഴിയുമ്പോൾ ആ ഇത് കൊയ്യാറാകും. ആ 90 ഇതിന്റെ കണക്ക്. 90 അല്ലേ? ഇതിന് ശേഷം ഇതിപ്പോ ശേഷം ഇത് കൊയ്ത് പിന്നെ അതെടുത്ത് പിന്നെ വീണ്ടും കൃഷി ചെയ്യും. ഒരു വർഷത്തിൽ എത്ര തവണ? 2 പ്രാവശ്യം. ഇത് ഓണത്തിന്റെ സമയത്തായിരിക്കും അല്ലേ? കൊയ്ത്ത് പോകണം ആവില്ല അതിന്. അങ്ങനെ ഈ ചേച്ചിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ ആരെ വരയ്ക്കും എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ വെച്ച് തീരുകയാണ്. കാരണം ഞാൻ ഈ ചേച്ചിയെ തന്നെ വരയ്ക്കാം എന്ന് തീരുമാനിച്ചു. ഒരുപാട് കുറേ നേരം സംസാരിച്ചു അവരായിട്ട്. കാരണം ഈ എന്താ പറയുക, പശുവിനെ മേയ്ക്കുകയും അതിൻ്റെ പാല് കൊണ്ടുമൊക്കെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ. അപ്പോൾ അവരുടെ കളർ ടോണും സ്കിൻ ടോണും എല്ലാം ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അപ്പോൾ അവരെ തന്നെ വരയ്ക്കാം എന്ന് വെച്ചു. അതേപോലെ തന്നെ ആ പശുവിനെ വരയ്ക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല ഈ പറഞ്ഞ പോലെ. അങ്ങനെ ഈ അക്രിലിക്കിൽ ഈ ക്യാരക്ടറിൻ്റെ പോർട്രേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. എൻ്റെ ഒരു പുതിയ ബുക്കാണ്. ഈ ബുക്കിലേക്ക് ഞാൻ പുതിയ എപ്പിസോഡുകളുടെ ക്യാരക്ടേഴ്സിനെ പകർത്താൻ വേണ്ടി മേടിച്ച ബുക്കാണ്. അങ്ങനെ ഈ കഥാപാത്രത്തെ അതിലേക്ക് പകർത്തി കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സന്തോഷം. എനിക്ക് ആ ചേച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്, കൊടുക്കാൻ പറ്റില്ല, അവരറിയില്ല ഈ ഞാൻ ഈ വരച്ചത്. അപ്പോൾ ആരെങ്കിലും ഇവരെ അറിയുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.